ഐബ്രോസ് ആഷിഫ് നല്ലൂർ നല്ല സുഖനിലല്ലേ. ഇന്ന് നാം എത്തിയിരിക്കുന്നത് ചമ്പാട് താര ജംഗ്ഷനിലുള്ള താര ജുമാ മസ്ജിദാണ്. താര ജുമാ മസ്ജിദിന്റെ കീഴിൽ ഒരു ഇഫ്താർ ടെന്റാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്താൻ പോകുന്നത്. ഇന്നിവിടെ നമ്മൾ സ്പെഷ്യൽ ഒരു റംസാൻ മസാലക്കഞ്ഞി തയ്യാറാക്കുന്നുണ്ട്. അതിന്റെ ഗുണവിശേഷങ്ങൾ നമുക്ക് വടകര സ്വദേശിയായ മുജീബ് കായിട്ട് സംസാരിക്കും. പറയൂ കഞ്ഞിയെ പറ്റിയുള്ള വിശേഷങ്ങൾ. കഞ്ഞി എന്ന് വെച്ചാൽ നല്ല ഹെൽത്തിയാണ്. താരപ്പള്ളിയിൽ ഇപ്പോൾ 2ാമത്തെ വർഷം എന്നുവെച്ചാൽ നമ്മൾ നോമ്പ് പറഞ്ഞ ശേഷം കുടിച്ചു കഴിഞ്ഞാൽ ശരീരത്തിൽ എന്ത് ചെയ്യണുണ്ടോ അതൊക്കെ മറന്നു പോകും. അതാണ് ഇതിന്റെ ആദ്യം നമ്മളെ തമിഴ്നാട്ടിൽ മാത്രമേ ഉണ്ടായിരുന്നു. നമ്മളെ കേരളത്തിൽ ഒരുവിധ സ്ഥലത്തൊക്കെ ഇതുണ്ട്. ഇവിടെ 2ാമത്തെ വർഷം കൂടുതലും ചിക്കനോ മട്ടനോ ചിക്കനിലുണ്ടാക്കാം, മട്ടനിലുണ്ടാക്കാം. ഏറ്റവും പിന്നെ ടേസ്റ്റായിട്ട് തോന്നുന്നത് നമ്മുടെ മട്ടൻ ബീഫ് ടേസ്റ്റായിട്ട് തോന്നും. നല്ല ഹെൽത്തിയാണ്. 100-150 കഞ്ഞി ഇവിടെ ഉണ്ടാക്കുന്നത്. താര ജുമാ മസ്ജിദിന്റെ പ്രസിഡന്റായ അസീസ് കെ, സെക്രട്ടറിയായ റഫ്നാസ്. നമ്മള് വർഷങ്ങളായി ഇവിടെ നോമ്പുറ നമ്മളെ മഹൽ നിവാസികളുടെ ഒത്തൊരുമയോട് കൂടിയിട്ടുള്ള സഹകരണത്തോടു കൂടി പോകുന്നുണ്ട്. പിന്നെ ഈ മഹലിന് മുഴുവൻ അവിടെ സ്പോൺസർ ചെയ്തിട്ടുള്ള ഇഫ്താർ ടെന്റാണ് ഇത്. പിന്നെ നല്ല രീതിയിൽ വർഷം നല്ല രീതിയിൽ മുന്നോട്ട് പോകുന്നുണ്ട്. ഇതുവരെ ഉണ്ടായിരുന്നത് പള്ളിയുടെ മുകളിലായിരുന്നു. ഈ വർഷം നമ്മുടെ അയൽവാസി സഫർ അവരുടെ നിർബന്ധം തന്നെയാണ്. നമ്മൾ അന്വേഷിച്ചപ്പോൾ അവർക്ക് ഭയങ്കര നിർബന്ധം ഇവിടെ തന്നെ ചെയ്യണമെന്നുള്ള നിർബന്ധത്തോടു കൂടിയാണ് ഇപ്രാവശ്യം ഇവിടെ വന്നിരുന്നത്. ഇവിടെ ഈ ടെന്റിൽ ദിവസവും 100ഓളം പേർ നോമ്പ് തുറക്കാൻ എത്തുന്നുണ്ട്. മുതിർന്നവരും കുട്ടികളും അടക്കം 100 പേർ ഇവിടെ ദിവസവും ഉണ്ടാകും. പരിസരത്തുള്ള ഈ മഹലിലുള്ളവരും പിന്നെ യാത്രക്കാരും എല്ലാം ഇവിടെ എത്തിപ്പെടുന്നുണ്ട്. ഇതിന് പുറമെയാണ് ഈ കഴിഞ്ഞ വർഷങ്ങളിലൂടെ കഞ്ഞി കൊടുക്കാൻ തുടങ്ങിയത്. അത് അത്യാവശ്യം വീടുകളിലേക്കും സർവ് ചെയ്യുന്നുണ്ട്. ആവശ്യമുള്ളവർക്ക് ചോദിച്ചാൽ കൊടുക്കുന്നുണ്ട്. വളരെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. ഈ നാട്ടിലെ യുവാക്കളുടെ സാന്നിധ്യം നിലനിൽക്കുന്നുണ്ട് ഈ ടെന്റിൽ വൈകുന്നേരം. താരാമഹലിനെ സംബന്ധിച്ചിടത്തോളം എല്ലാ വർഷവും വിപുലമായ രീതിയിൽ നോമ്പുതറ പള്ളിയിൽ വെച്ച് സംഘടിപ്പിക്കാറുണ്ടായിരുന്നു. ഇത്തവണ അതിൽ നിന്ന് ഭിന്നമായിട്ട് നമ്മുടെ പ്രിയ സഹോദരൻ സഫറുദ്ദീന്റെ വീട്ടിൽ പ്രത്യേകം സജ്ജമാക്കിയ ഒരു ടെന്റിലാണ് ഇഫ്താർ വിരുന്ന് സംഘടിപ്പിച്ചിട്ടുള്ളത്. ഈ മസാലക്കഞ്ഞിയെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഒരു ഔഷധ ഗുണമുള്ള ഒരു ഹെൽത്തി ഡ്രിങ്ക് ആയിട്ടാണ്, അല്ലെ ഹെൽത്തി ഫുഡായിട്ടാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഇതിനെ സഹകരിക്കുന്ന ഒരുപാട് പേരുണ്ട്. അതിൽ പ്രധാനമായി എടുത്തു പറയേണ്ടത് പ്രവാസികളായ നമ്മുടെ സുഹൃത്തുക്കളാണ്. അവരുടെയൊക്കെ നല്ല സഹകരണം കൊണ്ട്, അവരുടെയൊക്കെ ഉദാരമായ സംഭാവനകൾ കൊണ്ടാണ് നമുക്ക് ഇത്രയും നല്ല രീതിയിൽ ഇഫ്താർ സംഘടിപ്പിക്കാൻ സാധിച്ചിട്ടുള്ളത്. പടച്ചതമ്പുരാൻ അവർക്കും ഇതിനെ സഹകരിച്ച മുഴുവൻ ആളുകൾക്കും അതിന്റെ അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ വർഷം കുറച്ച് വിപുലമായ രീതിയിൽ തന്നെ നടത്താമെന്ന ഉദ്ദേശത്തോടെ ഇങ്ങനൊരു ടെന്റ് സംവിധാനിച്ചിരിക്കുകയാണ്. ഈ ടെന്റ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇവിടെയുള്ള ആളുകൾക്ക് മാത്രമല്ല, പുറമേ നിന്ന് വരുന്ന ആളുകൾ, യാത്രക്കാരായ ആളുകൾ